പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, പ്രായമായിട്ടിരിക്കുന്നവരെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? മന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവാനുഗ്രഹത്താൽ വീണ്ടും നമ്മൾ ഈ തിങ്കളാഴ്ച ഈ സന്ധ്യാസമയം വീണ്ടും ഈ മന്നയിലൂടെ ഒത്തുചേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഒരു ചെറിയൊരു സാക്ഷ്യം പറഞ്ഞ് ആരംഭിക്കാം. സാക്ഷ്യമല്ല, അതിനേക്കാൾ ഉപരി ഒരു പ്രാർത്ഥന ആവശ്യം. ഒരു വർഷമായി കാണണം. ഒരു 40-45 വയസ്സ് കാണണം ഒരു ഭാര്യയും, ഒരു 50-55 വയസ്സായൊരു ഭർത്താവ്. ഈ ദമ്പതികൾ കാണാനായിട്ട് വന്നു. അവരുടെ ആവശ്യം ഇതാണ് കേട്ടോ. ഒരു 12 വർഷത്തിലധികമായി ഇവരൊരു ഭവനം, അവരുടെ ഒരു വീട് വിൽക്കാനായിട്ട് ശ്രമം ആരംഭിച്ചിട്ട് അതങ്ങ് വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ആ പേരുകളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു വീട്. വിറ്റുപോകാനായിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ വിറ്റുപോകാനായിട്ടൊന്നും യാതൊരു തടസ്സമല്ലാതിരിക്കുന്ന ഒരു പ്രത്യേക അത്രയും കണ്ണായ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു സ്ഥലം. ഈ വീട് വിൽക്കാനായിട്ട് പല ബ്രോക്കർമാരെ സമീപിച്ച് പല രീതിയിൽ വില കൊണ്ടൊത്തു വരുന്നില്ല. വില കൊണ്ടൊത്തു വരുമ്പോൾ മറ്റു രീതിയിലുള്ള ചില നിയമപ്രശ്നങ്ങൾ, അങ്ങനെ എല്ലായിടത്തും തടസ്സങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഒരു പക്ഷേ കർത്താവിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല നിങ്ങൾ അവിടെ നിന്ന് പോകണമെന്ന്, അതുകൊണ്ടായിരിക്കും. അല്ലാച്ചോ അവിടെ നിന്ന് പോയില്ലെങ്കിൽ കുറേ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. ആ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറയും, കുറേ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. ഈ പുറമെ കാണുന്നതൊന്നും അല്ല അച്ഛാ, ഉള്ളിലെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷമത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ദമ്പതികൾ. ഞാനിപ്പോഴും ഒരു ഉച്ച സമയത്തൊക്കെയാണ് വരുന്നത്. അവർ തിരിച്ചു പോകുമ്പോഴൊരു വൈകുന്നേരം ഒരു 5-6 മണി, അത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരുടെ വിഷമങ്ങൾ പറയാനൊക്കെ ആയിട്ട് കടന്നു വന്ന ദമ്പതികൾ. പ്രിയരെ, ഭാവിയിൽ അവർക്ക് എന്ത് സംഭവിച്ചോ അല്ലെങ്കിൽ ആ ഭവനം വിറ്റോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും, എത്ര തന്നെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും, എത്ര തന്നെ എനിക്ക് നല്ല അധികാരമുണ്ട്, നല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെയുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, എന്തൊക്കെ എനിക്കുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടാകും കേട്ടോ. ഒരു ബ്ലോക്ക്. നമ്മളിന്ന് ചിന്തിക്കുന്നത് തന്നെയാണ്. തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ്? ആത്മീയ ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരു വലിയൊരു തീരുമാനമാണ് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കപ്പെട്ടെന്ന് ഒരു ചെറിയൊരു ഇൻസ്പിറേഷനിൽ പറയും. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നൊരു വലിയൊരു തീരുമാനം എടുത്തൊരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ 3 ദിവസമേ ഉള്ളൂ അച്ഛാ, അത് കഴിഞ്ഞോടുകൂടി ഞാൻ വീണ്ടും പഴയ പോലെ മുടങ്ങാതെ വിശുദ്ധ കുർബാനകൾക്ക് പോകണം, അല്ലെങ്കിൽ ആരാധനകളിൽ പങ്കെടുക്കണം എന്ന് വലിയൊരു തീരുമാനമൊക്കെ എടുത്തു. 2 ആഴ്ച പറ്റിയുള്ള അച്ഛാ, പിന്നെ അതങ്ങ് പോയി. ഒരു ആത്മീയമായ നല്ലൊരു തീരുമാനം എടുക്കുമ്പോൾ ഉടനെ വന്നേക്കും ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ. ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുള്ള വർജനം ആഗ്രഹിക്കുമ്പോഴായിരിക്കും അതിനുള്ള വലിയ പ്രലോഭനം വരുന്നത് കേട്ടോ. മദ്യപാനത്തിൽ നിന്ന്, ചില പഴക്കദോഷങ്ങളിൽ നിന്ന് വിട്ടേക്കണം, ഉപേക്ഷിച്ചേക്കണം എന്നൊരു തീരുമാനം എടുക്കുമ്പോഴായിരിക്കും ഇതുവരെ കാണാത്തൊരു കൂട്ടുകാരൻ വന്ന് ഈ പ്രലോഭനങ്ങളിലൂടെ നിങ്ങൾ അതിൽ വീഴിക്കാനായിട്ട് നോക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്നെപ്പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഞാൻ ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്.
ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പൗലോസ്ലീഹ പറയുന്ന വചനങ്ങളാണ് കേട്ടോ. എങ്ങനെയുള്ള മനുഷ്യൻ! റോമാ സഭയൊഴികെ കൊരിന്ത്യർ, ഫിലിപ്പിയർ, തെസലോനിക്കർ, അങ്ങനെ പല സഭകളുടെയും സ്ഥാപകൻ, ആത്മീയമായിട്ട് വലിയ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന പൗലോസ്ലീഹായ്ക്ക് പോലും ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. പല പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ശ്രമിച്ചുവെങ്കിലും മുടക്കം വന്നു. തടസ്സം നമ്മുടെ ജീവിതത്തിലെ ബ്ലോക്കുകൾ, നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാൻ സാധിക്കാത്തതാണെന്ന് തിരിച്ചറിയുക. കുടുംബ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ, ആത്മീയ മേഖലകളിൽ ചില തടസ്സങ്ങൾ, പഠനത്തിൻ്റെ മേഖലകളിൽ, ബിസിനസ്സിൻ്റെ മേഖലകളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധമുള്ള ചില തടസ്സങ്ങൾ ശ്രദ്ധിച്ചേക്കണം. തടസ്സം വരുമ്പോൾ ഉടനെ തന്നെ പിശാച് പ്രവർത്തിച്ച് അത് നിരാശയിലേക്ക് നമ്മളെ നയിക്കും. ആത്മഹത്യയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചിലരൊക്കെ എന്താ പറയുക, കരഞ്ഞ് കരഞ്ഞ് കണ്ണീരില്ലാത്തോണമായി തീർന്നു. എത്ര പരിശ്രമിച്ചിട്ടും ആ തടസ്സം അങ്ങ് മാറ്റാൻ സാധിക്കുന്നില്ല. വീട് പണിയാനായിട്ട്, നല്ലൊരു ജോലി ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ഉന്നതങ്ങളിലേക്ക് ഉയരാനായിട്ട്, തൻ്റെ ബിസിനസ് ഒന്ന് വിജയിപ്പിക്കാനായിട്ട്, കുടുംബജീവിതം അത് നല്ല രീതിയിലൊന്ന് കരുപിടിപ്പിക്കാനായിട്ട്, പഠനത്തിൻ്റെ മേഖലകളിൽ ശരിയായിട്ടുള്ള സീറ്റ് ലഭിക്കാൻ, ശരിയായിട്ടുള്ള പാത തിരഞ്ഞെടുക്കാൻ, എല്ലാത്തിലും പരാജയപ്പെടുന്ന, തടസ്സങ്ങൾ നേടുന്ന പലരെയും നമുക്ക് കാണാം. എന്താണ് ഇതിന് കാരണം? ഒന്ന് തെസലോനിക്ക, വിശുദ്ധ പൗലോസ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: നിങ്ങളുടെ അടുക്കൽ വരുവാൻ വിശേഷാൽ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും, 1-2 പ്രാവശ്യം വിചാരിച്ചുവെങ്കിലും അത് തടസ്സം വന്നു, മുടക്കം വന്നു. ചിലപ്പോഴൊക്കെ നല്ല കാര്യങ്ങളാവാം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചേ, 50 ദിനം, നമ്മുടെ വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ, നോമ്പിൽ നിന്നുള്ള വർജനമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓർത്തേക്കണം, ഈ ദിനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ. നീ എന്ത് വർജിക്കാൻ ആഗ്രഹിച്ചോ അതായിരിക്കും നിനക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതകൾ. എല്ലാ ദിവസവും ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ ദിനവും രാവിലെ പ്രഭാത പ്രാർത്ഥനയുണ്ട്, പ്രഭാത ധ്യാനമുണ്ട്, രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും കേട്ടോ. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാ ദിവസവും. പക്ഷെ ആ രാവിലെ സമയമാണ് ഏറ്റവും കൂടുതൽ ഒന്ന് കിടന്നേക്കാം, അല്ലെങ്കിൽ ഇന്നൊന്ന് റെസ്റ്റ് എടുത്തേക്കാം. ഞായറാഴ്ച ഇതുവരെയില്ലാത്ത തടസ്സങ്ങളാണ് ഞായറാഴ്ച രാവിലെ. വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങാനായിട്ടൊക്കെ ഒരു മടിയാണ്, ഒരു തടസ്സമാണ്. ആത്മീയ കാര്യങ്ങൾ നീ ആരംഭിക്കുമ്പോൾ ഓർത്തേക്കണം, ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ നിനക്കുണ്ടാകും. പ്രാർത്ഥിക്കാനായിട്ട് അതുവരെ ഉറക്കം വരാത്ത ഒരാൾക്ക് ഏറ്റവും ഉറക്കം വരിക ചിലപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. ബൈബിൾ അങ്ങ് വായിച്ചു തുടങ്ങുക ഉടനെ ഉറക്കം, എല്ലാം മനസ്സിൽ. പക്ഷെ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകാനായിട്ടൊരു തടസ്സം, ആത്മീയ കാര്യങ്ങൾക്കുള്ള തടസ്സം നിന്നിൽ സാത്താൻ വിതയ്ക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-23 തിരുവചനങ്ങളിലെ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്: സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ശക്തമായിട്ട് പറയാൻ സാധിക്കണം കേട്ടോ. സാത്താനെ, എന്നെ വിട്ട് പോ. പാപം മൂലം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര വിചാരിച്ചാലും അത് വിജയത്തിലേക്ക് എത്താത്തതിനെ കാരണം എന്നിലുള്ള പാപമാണ് കേട്ടോ, എന്നിലുള്ള ചില ദുഷ്ടതകളാണ് കേട്ടോ. ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തു പോയ, പ്രവർത്തിച്ചു പോയ, ചിന്തിച്ചു പോയ, കണ്ടുപോയ, കേട്ടുപോയ കാര്യങ്ങളുടെ ആ പാപത്തിൻ്റെ ഫലം എന്നിലുണ്ടെങ്കിൽ നീ എത്ര തന്നെ പരിശ്രമിച്ചാലും ചില മേഖലകളിൽ വിജയിക്കാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. വചന ലംഘനങ്ങൾ മൂലം നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചില വഴികളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ, ജീവിക്കാനായിട്ട് ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്.
നമ്മുടെയൊക്കെ ചിന്ത എന്താ? നല്ല ആരോഗ്യമുണ്ട്, പണമുണ്ട്, നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഭർത്താവുണ്ട്, എനിക്കെന്തും നേടാം, എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പലവരുടെയും ചിന്ത. ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി വലിയ സങ്കടത്തോടെ വിളിച്ചിരുന്നു അച്ഛനെ, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം അച്ഛാ, വലിയ വിഷമമാണ്, ചില പ്രത്യേകമായിട്ടുള്ള ഒരിക്കലും മാറാത്ത അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ചില രോഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ, ഒരു ചെറിയൊരു ഭാഗം ലഭിക്കുമായിരുന്നു. എൻ്റെ ആരോഗ്യ കാലഘട്ടത്തിൽ, നീ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്ന കാലഘട്ടത്തിൽ നീ എന്നെ ഓർത്തിട്ടുണ്ടോ മോനെ? എൻ്റെ വഴികളെ ധിക്കരിച്ചല്ലേ നീ നടന്നത്? സഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, സഭയുടെ ശുശ്രൂഷകൾക്കെതിരെ, ആത്മീയ മേഖലകൾക്കെതിരെ നീ വാതോരാതെ സംസാരിക്കുകയും അതിനെതിരെ നിൽക്കുകയും ചെയ്യുകയും നിൻ്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, ചില ബുദ്ധിമുട്ടുകളിലൂടെ, തടസ്സങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ എന്നെ അന്വേഷിക്കുകയാണോ? കർത്താവ് നിന്നോട് കരുണ കാണിക്കില്ല എന്നൊന്നും അല്ല കേട്ടോ അച്ഛൻ പറയുന്നത്. പക്ഷെ ഒരു വലിയൊരു മുന്നറിയിപ്പുണ്ട്, ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുമെന്ന്. ആ മുന്നറിയിപ്പ് ഒന്ന് അവഗണിച്ചേക്കരുതേ, ഗൗനിച്ചേക്കണേ, ഓർത്തേക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവിൻ്റെ ഹിതപ്രകാരം കൂടിയുള്ളതാണോ? ഒരു ചെറിയ കാര്യം പോലും ഒന്ന് തമ്പുരാനോടൊന്ന് ചോദിച്ചേക്കണേ, കർത്താവേ അങ്ങേക്ക് കൂടി ഇഷ്ടമുള്ള കാര്യമാണോ ഞാൻ ചിന്തിക്കുന്നത്? അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യാനായിട്ട് നീ എന്നെ അനുവദിക്കുമോ? ഒരു വീട് വയ്ക്കുന്നു, ഈ വീട് വയ്ക്കുന്നത് അങ്ങേക്ക് കൂടി ഇഷ്ടമുള്ളതാണോ? ഒരു നല്ല ജോലി ഞാൻ തേടുന്നുണ്ട്, അങ്ങ് കൂടി ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണോ അത്? ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, ഇത് ലഭിക്കാനായിട്ട് എന്നേക്കാൾ അർഹതയുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം, തമ്പുരാനോടൊരു ചെറിയൊരു അഭിപ്രായം ചോദിക്കും. നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യം. അതെ, അച്ഛൻ എപ്പോഴും പറയും, ശ്രദ്ധിച്ചേക്കണേ, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, എൻ്റെ അധികാരം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഒന്നും കാര്യമില്ല കേട്ടോ. അച്ഛന് വ്യക്തിപരമായിട്ടറിയാം, പണത്തിന് പ്രശ്നമില്ലാത്ത, നിയമപരമായിട്ടൊരു തടസ്സങ്ങളും ഇല്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത ഒരു ഭവനം, അത് ചമയ്ക്കാനായിട്ട് ആരംഭിച്ചിട്ട് 15-ലധികം വർഷമായിട്ട്, 15 ആ വർഷം കൃത്യമായിട്ട് തന്നെ പറയാം. ആ വീട് പണി ഇതുവരെ തീർന്നിട്ടില്ല, ഭവനത്തിൻ്റെ നിർമ്മാണം. എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. അതിൽ കയറി താമസിക്കാനായിട്ട് അതിൻ്റെ ഉടമസ്ഥർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞാലേ ചില തടസ്സങ്ങളൊക്കെ മാറുള്ളൂ കേട്ടോ. ഒരു വിവേചന ശക്തി, നമ്മൾ പറയും വിവേചന വരം, പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു അഭിഷേകം. നല്ലതേത്, ശരിയേത്, ദൈവഹിതമേത്, ദൈവഹിതമില്ലാത്തതേത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള വലിയൊരു അഭിഷേകം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് അയാളയച്ച് അവരെയൊക്കെയും കൽദായരെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരിക്കുന്ന കപ്പലുകളിൽ താഴോട്ടോടുമാറാക്കും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മളല്ല കേട്ടോ, തമ്പുരാൻ തന്നെ നമ്മുടെ കൂടെ വരും. നിൻ്റെ തടസ്സങ്ങൾ മാറ്റാൻ, ചില പ്രതിസന്ധികൾ തരണം ചെയ്യാൻ. പലപ്പോഴും നമുക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നൊരു വികാരമുണ്ട്, കുറേ തടസ്സങ്ങൾ വരുമ്പോൾ ആത്മഹത്യാ പ്രേരണകൾ, ആത്മഹത്യാ പ്രവണതകൾ, നിരാശ, ഈ ലോകത്തോട് തന്നെ ഉൾവലിഞ്ഞ് ഡിപ്രഷൻ, മനോവ്യതകൾ. ഇതൊരു പരിഹാരമല്ല കേട്ടോ. ഈശോയെ അങ്ങ് കൂട്ടുപിടിച്ചേക്കാം. മനസ്സിലായാലും ഇല്ലെങ്കിലും ദൈവവചനം അങ്ങ് വായിച്ചേക്കാം. അത് രാവിലെയും വൈകിട്ടും. നമ്മൾ ചില ഡോക്ടർമാരൊക്കെ പറയും 3 നേരം 2 നേരം ഗുളിക, അതങ്ങ് വായിച്ചേക്കാം. അരമണിക്കൂർ സമയമെങ്കിലും വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിലെല്ലാം ഉപരി ദൈവത്തോടൊന്ന് ചോദിക്കാം. ഏതു കാര്യം, ഒരു ചെറിയ കാര്യം പോലും ആരംഭിക്കുന്നതിന് മുൻപ് അങ്ങയുടെ ഹിതമുണ്ടോ കർത്താവേ, അങ്ങയുടെ അനുവാദമുണ്ടോ? അനുവാദത്തോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിൻ്റെ തടസ്സങ്ങൾ മാറും, വിജയിക്കാനായിട്ട് നിനക്ക് സാധിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു മനോഹരമായ ഒരാഴ്ചയാകട്ടെ. ഒരാഴ്ച മുഴുവൻ നമ്മുടെ എല്ലാ തടസ്സങ്ങളും സമർപ്പിച്ച്
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുത്ത്, പ്രത്യേകിച്ച് ഈ സമയം നമ്മുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു ബ്ലോക്കുകളായിട്ട്, തടസ്സങ്ങളായിട്ട്, ഒരിക്കലും ചെയ്തു തീർക്കാൻ സാധിക്കാത്ത മേഖലയുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന മേഖലകളിലൂടെ കർത്താവെ ഞങ്ങളെ പ്രത്യേകം അങ്ങ് നിറയ്ക്കണമേ, തടസ്സങ്ങളെ മാറ്റണമേ. ഈ ഒരാഴ്ച മുഴുവൻ പ്രത്യേകിച്ച് നമ്മുടെ ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കളുടെ തടസ്സങ്ങൾ, അത് വേദനയുടെ, നിരാശയുടെ മേഖലകളിലൂടെ അവർ കടന്നു പോകാതെ പ്രത്യാശയോടെ ജീവിക്കാൻ അങ്ങയുടെ ശക്തമായ കരങ്ങളെ അങ്ങ് അവരുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.